അത്യുഷ്ണത്തിൻ്റെ കാലത്ത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായി തങ്ങൾക്ക് അവകാശപ്പെട്ട ലോക്സഭാ സീറ്റ് CPM നിഷേധിച്ചതിനെ തുടർന്നാണ് RSP LDF കൂടാരം വിട്ട് UDFിലേക്ക് വന്നത്. തുടർന്ന് കൊല്ലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ RSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച NK പ്രേമേന്ദ്രൻ തോൽപ്പിച്ചത് CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MA ബേബിയായിരുന്നു. ആ തോൽവിക്ക് ഇത്തവണ ഉറപ്പായും മറുപടി കൊടുക്കണം എന്നുറച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ KN ബാലഗോപാലിനെ കൊല്ലത്ത് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടപ്പോൾ തന്നെ കൊല്ലത്ത് RSP NK പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ KN ബാലഗോപാലിന്റെ പേരാണ് CPM പരിഗണിച്ചിരുന്നതും. കൊല്ലത്ത് സുരേഷ് ഗോപി മത്സരിച്ചേക്കുമെന്ന് ആദ്യമൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും KV സാബു NDA സ്ഥാനാർത്ഥിയായി. ഇതോടെ മൂന്ന് മുന്നണികളുടെയും പ്രചരണം തീപാറുകയാണ്. SFIയിലൂടെ വളർന്നുവന്ന ശക്തനായ നേതാവ് എന്ന നിലയിൽ പാർട്ടിയുടെ അഭിമാനമാണ് K ബാലഗോപാൽ. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, രാജ്യസഭാംഗം എന്ന നിലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലൂടെയും സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടാൻ KN ബാലഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയായിരിക്കെ പാർട്ടിയിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നൽകിയ നിർദ്ദേശം എന്ത് വില കൊടുത്തും കൊല്ലം സീറ്റ് നേടിയെടുക്കണം എന്നാണ്. RSP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞു CPMന് ഒരൊറ്റ സീറ്റ് പോലും അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല, കൊല്ലം ജില്ലയിൽ MLA കിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിനയത്തോടു കൂടി പറയുന്നു, ജനങ്ങളാണ് മറുപടി പറയേണ്ടത്, ഞങ്ങളൊന്നും പറയുന്നില്ല. ജനങ്ങൾ മറുപടി പറഞ്ഞു 11 സീറ്റ് LDFന് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരണമെങ്കിൽ 2004 വന്ന മതനിരപേക്ഷ ഗവൺമെൻറ്റും ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോൾ 62 പേരുണ്ടായിരുന്നു MPമാർ. ഞങ്ങൾ അധികാരത്തിലൊന്നും കയറിയില്ല, പക്ഷേ പിന്തുണ കൊടുത്ത ശക്തമായിട്ട് ഗവൺമെൻറ് നിർത്തി ഞങ്ങളാണ്. ഇപ്പോഴും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരുന്നതിന് ശക്തിയുള്ള ഒരു ഇടതുപക്ഷം, അത്യാവശ്യം നമ്പരും ശക്തിയുള്ള ഇടതുപക്ഷം ആവശ്യമാണ്. ഇടതുപക്ഷമാണ് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി. ഇടതുപക്ഷം അല്ലാതെ വന്നാൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങളാരെപ്പറ്റിയും വ്യക്തിപരമായും അല്ല കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ കർണാടകത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ട്. ചെറുകക്ഷികൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷം ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ എല്ലാ സീറ്റിലും ജയിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായിരിക്കും. മതനിരപേക്ഷ പാർട്ടികളെല്ലാം ആ നിലപാട് എടുത്ത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജനങ്ങൾക്കും കുറേ അറിയാം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു കാര്യം സത്യമാണ്, ഞാൻ തെരഞ്ഞെടുപ്പിനകത്ത് എന്ത് പ്രചരണം നടക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കോടതിയിൽ നിന്നൊരു വിധി വന്നു, കോടതിയിലെ ജഡ്ജിമാർ അവർ 5 പേരോ 4 പേരോ മത്സരിക്കുന്നെങ്കിൽ പറയാം ഇത് ഈ വിധി എഴുതിയ ജഡ്ജിമാർക്കെതിരെയാണെന്ന്. വിധി വന്നു, അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ആര് ഗവൺമെൻറ് ഇരുന്നാലും അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, ചെയ്തോ? ചെയ്യാൻ പറ്റത്തില്ല, നിയമപരമായിട്ട് പ്രസംഗിക്കാം. അപ്പം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പറയുന്നില്ല ചെയ്യാൻ പറ്റുമെന്ന്. സംസ്ഥാന ഗവൺമെൻറ്റും പറ്റില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നാൽ നിയമപരമായിട്ടല്ലാതെ നേരിടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം അതാണ്. സുപ്രീം കോടതി ജഡ്ജിമാരല്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എവിടെയും. കാരണം സുപ്രീം കോടതി ജഡ്ജ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇലക്ഷനിലല്ല തീരുമാനിക്കുന്നത്, നിയമപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അകാരണമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അക്കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഇപ്പോൾ അത്തരം ചർച്ചകൾക്ക് ഏറ്റവും സജീവമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളുടെ എല്ലാം വലിയ പ്രശ്നം കാർഷിക പ്രശ്നവും കൃഷിക്കാരുടെ സമരവും പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ഏത് മേഖലയിലും തൊഴിലില്ലായ്മയും യാതൊരു സാമ്പത്തിക സ്ഥിരതയില്ലായ്മയൊക്കെ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ചർച്ച. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും നന്മകളും കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ് സമീപനങ്ങളും ഒക്കെ കൂടി ചർച്ച വരുമെന്നാണ് ഞാൻ കരുതുന്നത്. 1999 RSPയിലുണ്ടായ പിളർപ്പിനെ തുടർന്നാണ് RSPയുടെ കൈവശമായിരുന്ന മണ്ഡലം CPM പിടിച്ചെടുത്തത്. കൊല്ലം സീറ്റ് തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് 2014 ഇടതുമുന്നണി വിട്ട് RSP UDFനൊപ്പമായത്.
പതിറ്റാണ്ടുകളോളം ഒരുമിച്ച് നിന്ന CPM-നെ നേർക്കുനേർ വെല്ലുവിളിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ CPM പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയെ തോൽപ്പിച്ചത്. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമായിരുന്നു പ്രേമചന്ദ്രന്റേത്. മികച്ച പാർലമെന്റേറിയൻ എന്ന പ്രതിച്ഛായയും NK പ്രേമചന്ദ്രന് തുണയായേക്കാം. റെയിൽവേ, ബൈപ്പാസ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ, EPF പെൻഷൻകാരുടെ വിഷയത്തിൽ പാർലമെന്റിൽ നടത്തിയ ശക്തമായ ഇടപെടൽ എന്നിവ NK പ്രേമചന്ദ്രന് അനുകൂലമായ ഘടകങ്ങളാകുമെന്നാണ് UDF വിലയിരുത്തൽ. കശുവണ്ടി വ്യവസായം നേരിടുന്ന പതനം തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രാദേശിക വിഷയമാണ്. LDF സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും കശുവണ്ടി തൊഴിലാളികൾ ദുരിതത്തിലാണെന്നും UDF ആരോപിക്കുന്നു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായി സർക്കാർ ഉണ്ടാക്കിയ സംഘർഷം, കേരളത്തെ സാമുദായികവൽക്കരിക്കുന്നതിനും വർഗീയവൽക്കരിക്കുന്നതിനും BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ മറ്റൊരു രൂപത്തിൽ സഹായിക്കുന്ന CPM-ൻ്റെ നിലപാട് ജനം മടുത്തിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ലഭിച്ച, കൊല്ലം ജില്ലയിൽ ലഭിച്ച ഭൂരിപക്ഷം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. ആ രാഷ്ട്രീയ സാഹചര്യം അടിസ്ഥാനപരമായി തന്നെ മാറി. 2016 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമല്ല, രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അന്നുണ്ടായിരുന്ന LDF-ന് അനുകൂലമായി ഉണ്ടായിരുന്ന ഘടകങ്ങൾ മുഴുവൻ മാറി. നമുക്കെല്ലാം അറിയാം, കശുവണ്ടി വ്യവസായ മേഖലയായിരുന്നു പ്രധാനം കൊല്ലം ജില്ലയെ സംബന്ധിച്ച്. എൻ്റെ അഭിപ്രായത്തിൽ 11 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വലിയ പരാജയമുണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വർദ്ധിച്ചത് കശുവണ്ടി മേഖലയാണ്. ആ കശുവണ്ടി വ്യവസായ മേഖലയിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 3 വർഷം പൂർത്തിയാകുമ്പോഴും ഒരു മാറ്റവുമില്ല. അപ്പോൾ ആകെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹ്യ പശ്ചാത്തലവും മാറിയ ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ വളരെ മോശപ്പെട്ട ഒരു പരാമർശമാണ് 3 സ്ഥലങ്ങളിൽ വെച്ച് തുടർച്ചയായി അദ്ദേഹം നടത്തിയത്. അന്ന് ഞാൻ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ആ കാര്യം വിലയിരുത്തും. അവരത് വിലയിരുത്തിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരുടെ വിലയിരുത്തലിന് ഒരു തരത്തിലുള്ള ദോഷവും വരാത്ത നിലയിൽ, അവരുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരാത്ത നിലയിൽ 5 വർഷക്കാലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ അഭിമാനവും യശസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതൊരു കൊല്ലംകാരനും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർക്കും ഞങ്ങളുടെ പാർലമെൻറ്റ് അംഗം ഇന്നയാളാണ് എന്ന അഭിമാനബോധത്തോടു കൂടി എവിടെയും പറയാൻ കഴിയുന്ന നിലയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 5 വർഷക്കാലം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു എന്ന അഭിമാനബോധമാണ് എനിക്കുള്ളത്. സ്വന്തം നാടായ കൊല്ലത്ത് സുരേഷ് ഗോപി നേരത്തെ മത്സരിച്ചേക്കും എന്നൊക്കെ സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ KV സാബുവിനെയാണ് NDA കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് ഇത്തവണ മത്സരം തീപാറും എന്നുറപ്പ്. സുരേഷ് ഗോപിക്ക് പുറമെ മുൻ കളക്ടർ CV ആനന്ദബോസിനെയും കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. അപ്രതീക്ഷിതമായാണ് KV സാബു സ്ഥാനാർത്ഥിയായത്. ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറിയാണ് സാബു. 2 തവണ ലോക്സഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുണ്ട്. ശബരിമലയുടെ തൊട്ടടുത്ത ജില്ല എന്ന നിലയിൽ വിശ്വാസ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭങ്ങളും നാമജപ ഘോഷയാത്രകളും ഏറെ നടന്ന ജില്ലയാണ് കൊല്ലം. അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. സത്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ് ഇപ്പോൾ. കൊല്ലം മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായി സാധാരണക്കാർ, അമ്മമാർ, അതുപോലെ സ്ത്രീജനങ്ങളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഇന്ന് NDAക്ക് അനുകൂലമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ 37 വർഷമായി രാഷ്ട്രീയത്തിൽ, അതായത് BJPയുടെ പ്രവർത്തനം നിൽക്കുന്നു. 2 ടേം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ന്യൂനപക്ഷ മോർച്ചയുടെ. ആ 7 വർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ യാത്ര ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിന് എന്ത് പറയാൻ, എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലം കൊല്ലം. വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും വിശ്വാസ സംരക്ഷണം, നമ്മുടെ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മുസ്ലിം മതമാണെങ്കിലും ക്രിസ്തീയ മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും. ഇപ്പോൾ ശബരിമല അതുണ്ടായി എന്ന് മാത്രം.
അപ്പോൾ നമ്മൾ ഏത് ആചാരമാണെങ്കിലും പരിപാലിക്കപ്പെടണമെന്നുള്ളതാണ് BJPയുടെ NDA നയം. അതാണ് ഞങ്ങൾ പിന്തുടർന്നതും. അതിൻ്റെ പ്രത്യാഘാതം അത് ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കപ്പെടുന്ന ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ അത് കണ്ട് നിസ്സംഗത പാലിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ, കോൺഗ്രസിനെതിരെ ജനമനസ്സുകൾ തിരിയും. അത് വളരെ നാച്ചുറലാണ്. അത് BJPക്ക് അനുകൂലമായി NDAക്ക് അനുകൂലമായി വരും എന്നുള്ളത് തർക്കമില്ലല്ലോ. ഈ കഴിഞ്ഞ 5 കൊല്ലം കേന്ദ്ര ഗവൺമെൻറ്റിന് അനുവദിച്ച പല പദ്ധതികളും ആ പദ്ധതികൾ തനിക്കാക്കി ഇവിടക്കാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. തീർച്ചയായും നമുക്കറിയാം, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ബൈപ്പാസ്, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. ബൈപ്പാസ് ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയുടെ ഇനീഷ്യേറ്റീവ് കൊണ്ട് തീർത്തതാണ്. ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഫ്ലക്സ് വയ്ക്കാൻ സാധിച്ചല്ലോ 5 വർഷം. അതിന് മുമ്പ് സാധിച്ചില്ല. തീർച്ചയായിട്ടും ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. 37,649 വോട്ടുകൾക്കാണ് NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പ്രേമചന്ദ്രൻ 4,08,528 വോട്ടുകൾ നേടിയപ്പോൾ MA ബേബി 3,70,879 വോട്ടാണ് നേടിയത്. അന്ന് കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച PM വേലായുധൻ 58,671 വോട്ട് നേടി.